ഹായ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ആദ്യത്തെ ക്ലാസ്സിൽ മിനറൽസ് എന്താണെന്നും എവിടെയൊക്കെയാണ് മിനറൽസ് ഒക്കോർ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ കാണപ്പെടുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്തു. അയൺ കണ്ടന്റ് അടങ്ങിയ മിനറൽസിനെ ഫെറസ് മിനറൽസ് എന്നാണ് വിളിക്കുന്നത്. അയൺ ഓർ മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട് എന്നിവ ഫെറസ് മിനറൽസിന് ഉദാഹരണങ്ങളാണ്. ഓർത്തു വയ്ക്കാൻ ഒരു വിദ്യ പറഞ്ഞു തരട്ടെ. മണി ആൻഡ് കമ്പനിയുടെ അയൺ എന്നോർത്താൽ മതി. നമ്മൾ വീട്ടിൽ മേടിക്കുന്നത് മണി ആൻഡ് കമ്പനിയുടെ അയണാണ്. മണിയുടെ MA മാംഗനീസ് ആണ്, നിക്കലാണ്. കമ്പനിയുടെ CO എന്ന് പറഞ്ഞാൽ കൊബാൾട്ടാണ്. ഇനി ഇത് അയൺ കമ്പനിയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അയൺ ഓർ എന്നോർക്കാൻ പ്രയാസമുണ്ടാവില്ല. രണ്ട് തരം അയൺ ഓറുകളാണ് ഉള്ളത്, മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും. 70% അയണിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മാഗ്നറ്റൈറ്റ് ആണ് ഫൈനസ്റ്റ് അയൺ ഓർ എന്നറിയപ്പെടുന്നത്. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റിലാവട്ടെ 50% മുതൽ 60% വരെ അയൺ കണ്ടന്റ് ആണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അയൺ ഓർ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ്. 2016-17 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അയണിൻ്റെ 52% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒഡീഷ എന്ന സംസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഒഡീഷ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടക എന്നിവയാണ് ഇന്ത്യയിലെ 3 ലീഡിംഗ് അയൺ പ്രൊഡ്യൂസേഴ്സ്. ഈ 3 സംസ്ഥാനങ്ങളും ചേർന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ അയണിൻ്റെ 82% ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കില്ല, എങ്കിലും അറിഞ്ഞിരിക്കണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അയൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്.